നമ്മുടെ മോഹൻലാൽ നായകനാവുന്ന പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് പടമായിട്ടുള്ള എമ്പുരാൻ ഈ നാട്ടിൽ പ്രദർശിപ്പിക്കേണ്ട, ഈ നാട്ടിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ കോമഡിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു വേറൊരു സ്റ്റേറ്റിൽ. ഇതൊരു ബിഗ് ബഡ്ജറ്റ് പടമായിട്ടുള്ള പാൻഡൽ ലെവലാണ് ഈ പടം ഇറങ്ങുന്നത്. അപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ ഒരു പ്രൊമോഷൻ ഇടയ്ക്ക് അവിടെ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നത് കേട്ടു, ഒരു മലയാളം പടത്തിന് ഇത്രയും ഷോയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നു. സംഭവം നമ്മളെ ആക്ഷേപിക്കുന്ന പരിപാടിയാണ്. ഒരു മലയാളം പടത്തിന് ഇത്രയും ഷോയോ അവരുടെ സ്റ്റേറ്റിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനുള്ള മറുപടി കൃത്യമായ രീതിയിൽ പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: ഒരു മലയാളം സിനിമയ്ക്ക് കർണാടകയിൽ 1000-ലധികം ഷോയോ, എമ്പുരാനെതിരെ ബോയ്ക്കൗട്ട് ആഹ്വാനവുമായി കന്നഡ പേജ്. ഒരു സിനിമ കർണാടകയിൽ റിലീസ് ചെയ്യണമെങ്കിൽ അത് കന്നഡയിൽ ഡബ് ചെയ്ത് ഇറക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു. അത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രധാന ചർച്ചാ വിഷയം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ എന്ന ചിത്രമാണ്. കർണാടകയിൽ ഉൾപ്പെടെ സിനിമ മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തിനെതിരെ എക്സ് പ്ലാറ്റ്ഫോമിൽ ബോയ്ക്കട്ട് ആഹ്വാനം ഉയർത്തിയിരിക്കുകയാണ് ഒരു കന്നഡ പേജ്. കന്നഡ ഡൈനാസ്റ്റി എന്ന പേജാണ് ചിത്രം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എമ്പുരാൻ എന്ന മലയാള സിനിമയെ ഒരു വിതരണ കമ്പനി കർണാടകയിൽ മുഴുവൻ കൊണ്ട് തള്ളിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് മലയാളം പടം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ റിലീസ് ചെയ്തു. ഹോംബാല ഫിലിംസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ വിതരണ കമ്പനി അവർ റിലീസ് ചെയ്തു. ഇവർ പറയുന്നത് തള്ളിയിരിക്കുകയാണ്. അത് മലയാളം ഭാഷയിൽ. പിന്നെ മലയാളം ഭാഷ, ഒരു മലയാളം പടം അവിടെ കൊണ്ട് റിലീസ് ചെയ്യുന്നു. അത് മലയാളം ഭാഷയിലായതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എന്നും വേണ്ടി ആൾക്കാർ കർണാടകയിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയോ, ഈ ടെക്കിയായിട്ടും അല്ലാതെയൊക്കെ. ഇവർ പിന്നെ മലയാളം പടം പിന്നെ കന്നഡയെ ഡബ് ചെയ്തിരുന്ന മോഹൻലാലിന്റെ പടം കാണുന്നു. ആലോചിച്ച് നോക്കിയ അവസ്ഥ. അപ്പം ഇവരുടെ പ്രശ്നം മലയാള സിനിമ മലയാള ഭാഷയിൽ കർണാടകയിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇത് ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. മലയാള സിനിമയ്ക്ക് 1000 ഷോകൾ നൽകുന്നു, എന്നാൽ കന്നഡയിൽ ഷോകൾ ഒന്നുമില്ല എന്നും പേജിൽ പറയുന്നു. കന്നഡ ഭാഷയിലും ഞാൻ മനസ്സിലാക്കുന്ന കന്നഡ ഭാഷയിലും പടം റിലീസ് ആവുന്നതുകൊണ്ടാണ്. ബുക്ക് മൈ ഷോ നോക്കാൻ നേരത്ത് കന്നഡ ലാംഗ്വേജിലും പടം കിടപ്പുണ്ട്. ഒരു സിനിമ കർണാടകയിൽ റിലീസ് ചെയ്യണമെങ്കിൽ അത് കന്നഡയിൽ ഡബ് ചെയ്ത് ഇറക്കണമെന്ന് പോസ്റ്റിൽ പറയുന്നു. സിനിമയുടെ വിതരണക്കാരെ ഉൾപ്പെടെ ഈ പേജിൽ രൂക്ഷമായി വിമർശിക്കുന്നു. കന്നഡ സിനിമയിലൂടെ പ്രശസ്തിയിലെത്തിയ കമ്പനി ഇപ്പോൾ മറ്റു ഭാഷാ സിനിമകളെ അടിച്ചേൽപ്പിക്കുകയാണ് എന്നും ആരോപിച്ചു. സിനിമയുടെ കർണാടകത്തിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് KGF, സലാർ തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ഹോംബാലെ ഫിലിംസാണ്. ഹോംബാലയുടെ കണക്കുകൾ പ്രകാരം എമ്പുരാന് കർണാടകയിൽ ലഭിച്ചിരിക്കുന്നത് 198-ൽ അധികം ഹൗസ്ഫുൾ ഷോകളാണ്. എമ്പുരാൻ പ്രീ സെയിലിലൂടെ കർണാടകയിൽ നിന്നും 1.2 കോടിയിലേറെ ലഭിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. സംഭവം മലയാള പടം അവരുടെ നാട്ടിൽ പോയിട്ട് മലയാളത്തിൽ റിലീസ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ അത്രയൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ ഭാഷാവാദികളായിട്ടുള്ള ആൾക്കാർ, ഈ തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങ് ചൊറിച്ചില്ല. എന്തിനാണെന്ന് എനിക്ക് എത്ര അയച്ച മനസ്സിലാകത്തില്ല. കയ്യിരിക്കുന്ന ഫോണോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ കാണാൻ നേരത്തോ ഒന്നും പ്രശ്നമില്ല, ആ കമ്പനി കാണാൻ നേരത്ത് പ്രശ്നമില്ല, വാഹനങ്ങളുടെ കമ്പനി കാണുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ എവിടെയെങ്കിലും റോഡിൽ ഈ ബോർഡ് കാണാൻ നേരത്ത് അങ്ങ് ഭയങ്കര പ്രശ്നമാണ്. അവരുടെ കന്നഡ വേണം, അല്ലെങ്കിൽ തമിഴ് വേണം, തമിഴ് ഭാഷ മാത്രം മതി എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടത്, അവിടെ കുട്ടികൾ ഹിന്ദി പഠിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടുത്തെ സർക്കാർ തന്നെ ഹിന്ദി ഒന്നും പഠിക്കരുത് എന്നുള്ളത് അടിച്ചേൽപ്പിക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നത്. പക്ഷേ ഒരു കൊച്ചി ഹിന്ദി പഠിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പം CBSE പഠിക്കുന്ന പിള്ളേരൊക്കെ ഇത് പഠിക്കുന്നില്ലേ? അവരുടെ സ്റ്റേറ്റ് സിലബസിൽ തമിഴ് മാത്രമേ പഠിക്കുള്ളൂ. എന്നാൽ ഇത് ഈ നേതാക്കന്മാരുടെ മക്കളല്ല അവിടെ പഠിക്കുന്നത്, വലിയ വലിയ സ്കൂളിലും കോളേജിലുമാണ് പഠിക്കുന്നത്. ഇവിടെ എല്ലാ ഭാഷയും പഠിക്കുന്നുണ്ട്. ഇവർ വിദേശത്ത് പോയിട്ട് ജോലിക്കും പഠിക്കാനും ഒക്കെ പോകുന്നവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ മക്കൾ. അപ്പോൾ സാധാരണക്കാരൻ തമിഴ് പഠിച്ച് അവിടെ കിടക്കണം. ഇവരുടെ തലയിലേക്കല്ല ജാതി ചിന്ത കുത്തിവെക്കുന്ന പോലെ തമിഴ് ചിന്ത, കന്നഡ ചിന്ത എന്നുള്ള രീതിയിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കും. കുറെ കൊടിയും തോരണം പിടിച്ചിട്ട് കുറെ എണ്ണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഹിന്ദി വരെ മായ്ച്ചും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി കുറെ ടീമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളത്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇത്രയും വലിയ ഭാഷാ സ്നേഹികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ തമിഴ് പടമൊക്കെ കേരളത്തിൽ വരാറുണ്ട്. നമ്മൾ പോയി വിജയുടെ പടം കാണാറില്ലേ? ഇത് ഡബ് ചെയ്തിട്ടാണ് വരുന്നത്. അല്ലേ, നമുക്ക് മനസ്സിലാകും ഇത് തമിഴ് പടമാണ്, ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാലും മലയാളത്തിൽ ഏതെങ്കിലും പടം ഇതുപോലെ പോയിട്ട് അവിടെ ഓടുമോ? ഇല്ല. ഇവർക്കങ്ങ് ഭയങ്കര ഭാഷാസ്നേഹമാണ്. ഇത് ഒരു മലയാളപ്പടം കർണാടകയിൽ പോയിട്ട് ഓടുമ്പോഴത്തേന് മലയാളം അവരുടെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KGF ഇനി വരുന്നുണ്ടല്ലോ, മൊഴി മാറ്റി വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാവത്തില്ല, അത് ശരിയാ, മൊഴി മാറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നില്ലെന്ന് വിചാരിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പടം അവിടെ ഓടിപ്പിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പടം നമ്മൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കേസേ ഉള്ളൂ. കന്നഡ നടൻ്റെ സിനിമ നമ്മുടെ നാട്ടിൽ ഓടിക്കണ്ടെന്ന് ഏതെങ്കിലും മലയാളികൾ പറയാറുണ്ടോ? അപ്പം ഇതുപോലെ ഭാഷാവാദികളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. തമിഴ് ഭാഷാവാദി, കന്നഡ ഭാഷാവാദി, അങ്ങ് ബഹളമാണ് ഇത് കിടന്നുണ്ട്.
റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ബോർഡ് വരെ വായിച്ചു കളയുന്ന ടീമാണ്. ഏതെങ്കിലും ഒരു ഷോറൂമിൻ്റെ ബോർഡിൽ ഒരു ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ തല്ലി പൊട്ടിച്ചു കളയുക. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഷ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ടീമിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പേരുകൾ എല്ലാം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഭാഷ 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 എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ ഒരു സിനിമ നിങ്ങൾ അവിടെ ഓടിക്കത്തില്ല, അങ്ങനെ ബോയ്ക്കോട്ട് ചെയ്യാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പടം വരാൻ നേരത്ത് നമ്മൾ പോയി കാണാൻ പോകുന്നില്ല. അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങളങ്ങ് ഉണ്ടാക്കേണ്ട കേരളത്തിൽ നിന്ന് കാശ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടിച്ചൊളിച്ച് വിടാനുള്ളതിന് ഈ നമ്മുടെ നാട്ടിൽ കൂടെ ഓടുന്ന വാഹനങ്ങളുടെ എല്ലാം ബാക്കിൽ പേര് നോക്കുക. എല്ലാം തമിഴിലും തെലുങ്കിലും ആണോ കന്നഡയിലും ഒക്കെ ആണോ? അല്ലല്ലോ. അതൊക്കെ എടുത്ത് ഓടിക്കുകയും ചെയ്യും, ഒരു നാണമില്ലാതെ കയറി ഇരുന്ന് പോവുകയും ചെയ്യും. എന്നിട്ട് ഭാഷയെന്ന് പറഞ്ഞ് വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾ ഏതെങ്കിലും ഒരു ഭാഷ കൂടുതൽ പഠിച്ചാൽ അവർക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാം നേരം എന്നല്ലേ ഇവരാരും വെക്കുന്നത്. ഞങ്ങളുടെ ഭാഷ മാത്രമേ പഠിക്കുള്ളൂ. എന്നാൽ ഇവരുടെയൊക്കെ മക്കളോ കണ്ട CBSE സ്കൂളിലും ഒക്കെ പോയി പഠിക്കുകയും ചെയ്യും, എല്ലാ ഭാഷയും കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല. ഇത് പാവം പിടിച്ച ആൾക്കാരുടെ തലമണ്ടൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഭാഷാസ്നേഹം എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ കുറച്ച് സ്റ്റേറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റിൽ നിന്നും IT വലിയ വലിയ കമ്പനികളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകുന്നുണ്ട്. ആർക്ക് പോയി? ഇവർക്ക് പോയി. ഭാഷയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കത്താണ്. ബുക്ക് മൈ ഷോ കയറി നോക്കിയാൽ മനസ്സിലാവും മലയാളം സിനിമയ്ക്ക് അവിടെ എത്രത്തോളം ബുക്കിംഗ് നടന്നു എന്നുള്ളത്. കുറേ ഭാഷാസ്നേഹികൾ വിവരക്കേടുകൾ.